നന്നായി നടന്നു പോകുന്ന സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ പെട്ടെന്നതാ ശ്വാസം മുട്ടി നിലത്ത് വീഴുന്നു. എന്താണ് സംഭവിച്ചത്? പൾമണറി എംബോളിസം ആണ് അവിടെ സംഭവിച്ചത്. രക്തക്കട്ട, പ്രത്യേകിച്ച് നമ്മുടെ കാലുകളിലുള്ള വെയിനുകളിൽ നിന്നുള്ള ഒരു ബ്ലഡ് ക്ലോട്ട് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് സഞ്ചരിച്ചിട്ട് അവിടെ നിന്നുള്ള രക്തത്തിൻ്റെ ഫ്ലോയെ, ഒഴുക്കിനെ ബ്ലോക്ക് ചെയ്തു. അതിലൂടെ നമ്മുടെ ടിഷ്യൂകൾക്കൊക്കെ ലഭിക്കേണ്ട ഓക്സിജൻ പെട്ടെന്ന് തന്നെ അങ്ങ് നിശ്ചലമായി. അതിലൂടെ മരണം സംഭവിച്ചു. നമ്മുടെ ശ്വാസകോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൻ്റെ ഫ്ലോക്ക് വേണ്ടിയുള്ളൊരു ഹൈവേ പോലെയാണ്. അവിടെ ഒരു ക്ലോട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ട്രാഫിക് പ്രവർത്തനം നിശ്ചലമായി പോകും. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? നമ്മുടെ കാലിൽ ഒരു ക്ലോട്ട് ഉണ്ടാവുക, അത് നമ്മുടെ രക്തത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ശ്വാസകോശത്തിലേക്കും ചെന്നെത്തുക. അത് നമ്മുടെ പൾമണറി ആർട്ടറിയെ ബ്ലോക്കാക്കുക. ആർക്കൊക്കെയാണ് ഈ ഒരു അപകട സാധ്യത കൂടുതലായിട്ട് കാണുന്നത്? ദീർഘസമയം ഇരിക്കുന്ന ആൾക്കാരിൽ, ദീർഘമായി യാത്ര ചെയ്യുന്നവർ, ശസ്ത്രക്രിയകൾക്ക് ശേഷം ക്യാൻസർ രോഗികൾ, ഗർഭാവസ്ഥയിൽ അമിതമായിട്ട് വണ്ണമുള്ളവരിൽ ഇതൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുക. പെട്ടെന്ന് ശ്വാസം മുട്ടൽ അനുഭവിക്കുക, നെഞ്ചുവേദന, പ്രത്യേകിച്ച് ശ്വാസം എടുക്കുമ്പോഴാണ് ഇത് കൂടി വരിക. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടി വരിക, പെട്ടെന്ന് കുഴഞ്ഞു വീഴുക. ഇതെങ്ങനെയൊക്കെ കണ്ടെത്തുന്നത്? ഒന്ന് ഡി ഡൈമർ എന്ന് പറഞ്ഞ ടെസ്റ്റ്, പിന്നെ CT പൾമണറി ആൻജിയോഗ്രാഫി, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ടെസ്റ്റ്. പിന്നെ ECG, എക്കോ എന്നിവയൊക്കെ ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇത് ചികിത്സിക്കുന്നത് എങ്ങനെയാണ്? രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ കൊടുക്കും. ഗുരുതരമായി കഴിഞ്ഞാൽ ഈ ക്ലോട്ട് ലയിപ്പിക്കാനുള്ള മരുന്ന് ഉപയോഗിക്കും. ഓക്സിജനും കൊടുക്കും. ഈ പ്രശ്നം ശ്വാസകോശത്തിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ കാലുകളിൽ നിന്ന് വന്നതാണ്. ഇതുപോലുള്ള അവസ്ഥകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മൾ കുറേ നേരം ഇങ്ങനെ കിടക്കുകയൊക്കെ ആണെങ്കിൽ ഒന്ന് റെഗുലറായിട്ട്, പ്രത്യേകിച്ച് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശരീരത്തെ ചലിപ്പിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. സ്റ്റോക്കിംഗ് കംപ്രഷൻ ഉപയോഗിക്കാം. കാലിലുള്ള നീര് അവഗണിക്കരുത്. നിശബ്ദമായൊരു ക്ലോട്ട് യാത്ര ചെയ്ത് നമ്മുടെ ശ്വാസം നിർത്തിക്കളയാം. ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്.